ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട ഗൗരവതരമായ സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കേന്ദ്ര സർക്കാർ ഓർമ്മപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ത്യയുമായി ബന്ധപ്പെടുത്തി വളരെ തെറ്റായ രീതിയിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് ധാരാളം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട തെറ്റായ വാർത്തകൾ, വ്യാജ വാർത്തകൾ വിശ്വസിക്കരുത് എന്നുള്ളൊരു കാര്യമാണ്. ഇന്ത്യയിലെ വ്യോമഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുന്നു, മുഴുവൻ വിമാനത്താവളങ്ങളും അടച്ചു, വിമാന സർവീസുകളെല്ലാം നിലച്ചു എന്ന രീതിയിലുള്ള പ്രചാരണം ഒരു വശത്തുകൂടി വളരെ ശക്തമായി നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ പ്രധാനമായും ഓർമ്മപ്പെടുത്തുന്നത് ഇക്കാര്യം സംബന്ധിച്ച വാസ്തവപരമായിട്ടുള്ള കാര്യങ്ങൾ, വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ ആളുകളെ അറിയിക്കണം എന്നുള്ളത്. ഇന്ത്യയിൽ 24 വിമാനത്താവളങ്ങളാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അടച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഗുജറാത്ത്, പഞ്ചാബ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ജമ്മു കാശ്മീർ, ലഡാക്ക് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വിമാനത്താവളങ്ങളാണ് അടച്ചിരിക്കുന്നത്. നമ്മുടെ രാജ്യ തലസ്ഥാനത്തെ ഡൽഹി വിമാനത്താവളത്തിലടക്കം വിമാന സർവീസുകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. എന്നാൽ വിമാനത്താവളങ്ങളിൽ കഴിയുന്നതും 3 മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ എത്തണം, യാത്ര ചെയ്യുന്നവരെത്തണം എന്നുള്ളൊരു അറിയിപ്പ് യാത്രക്കാർക്കടക്കം നൽകുന്നുണ്ട്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഇപ്പോഴുള്ള സുരക്ഷാ പരിശോധനകൾക്ക് ഉപരിയായി എക്സ്ട്രാ സുരക്ഷാ പരിശോധനകൾ കൂടി വിമാനത്താവളങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം നിലവിലെ വിമാനത്താവളത്തിനകത്തെ നമ്മുടെ സെക്യൂരിറ്റി ചെക്കും മറ്റു കാര്യങ്ങൾക്കും ശേഷം, നമ്മൾ ബോർഡിംഗ് പാസ് എടുത്തതിന് ശേഷം എക്സ്ട്രാ ഒരു പരിശോധന കൂടി നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ക്യാബിൻ ബാഗേജുമായി ബന്ധപ്പെട്ട് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള പരിശോധനകളും ദേഹപരിശോധനകളും ഓരോ യാത്രക്കാരിലും നടത്തുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലെ വിമാനത്താവളങ്ങളിലെല്ലാം ഇതുമായി ബന്ധപ്പെട്ട പരിശോധന ഇപ്പോൾ നടക്കുന്നുണ്ടെന്നാണ് അവർ അറിയിക്കുന്നത്. ഇനി UAE-യിൽ നിന്ന് ഇന്ത്യയിലേക്കൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് സ്റ്റാറ്റസ് എപ്പോഴും ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം അതുമായി ബന്ധപ്പെട്ട് വിമാന കമ്പനികളുമായോ വിമാനത്താവളവുമായോ ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷം, അറിഞ്ഞതിന് ശേഷം മാത്രം തുടർ യാത്രയുമായി മുന്നോട്ട് പോവുക എന്നുള്ള ഒരു കാര്യമാണ് അധികൃതർ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നത്. വ്യാജ വാർത്തകളെ വിശ്വസിക്കരുത്, ഇന്ത്യയിലെ മുഴുവൻ വിമാനത്താവളങ്ങളും അടച്ചു, വിമാന സർവീസുകൾ നിലച്ചു എന്ന രീതിയിലുള്ള പ്രചാരണം ശരിയല്ല എന്നുള്ള ഒരു കാര്യം കേന്ദ്ര സർക്കാർ അറിയിക്കുന്നുണ്ട്.